അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഞാൻ ഇന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഞാൻ പ്രതികരിക്കാൻ വിചാരിച്ചതല്ല. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് ഞാൻ യുക്തിവാദി ആരിഫ് ഹുസൈൻ്റെ ഒരു സംവാദം കാണുന്നത്. ഒരു ചെറിയ സംവാദമാണ്, രാഹുൽ ഈശ്വറുമായിട്ട് നടക്കുന്ന ഒരു സംവാദമാണ്. ആ സംവാദം കണ്ടതുകൊണ്ട് തന്നെ നമുക്ക് ഈ അതിനുശേഷം നമുക്ക് ആരിഫ് ഹുസൈൻ്റെ വിഷയത്തിലേക്ക് വരാം. ബാനുവിനെ അതുപോലെ റേപ്പ് ചെയ്തു, ആ സംഗതി ചെയ്തു. അങ്ങനെ ചെയ്യാൻ ഹിന്ദു മതത്തിൽ എവിടെയെങ്കിലും ആവശ്യപ്പെടുന്നുണ്ടോ? എന്നാൽ ഇസ്ലാമിൽ കാഫിറിനെ നിങ്ങൾക്ക് റേപ്പ് ചെയ്യാം. അതാണ് വ്യത്യാസം. പറഞ്ഞുതരാം. ഒരു ഹദീസാണ്, അതായത് അതെ ഒരു ഹദീസാണ്. ഒരു ബനു മുസ്തലിഖ് കൊള്ളയ്ക്ക് പുറപ്പെട്ടു. എന്താ ഹദീസ് എടുക്കില്ലേ? അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ എന്താണ് ആ ആരിഫ് ഹുസൈൻ പറയുന്നത്? അഥവാ എന്തെങ്കിലും ഒരു ലോജിക്ക്, അല്ലെങ്കിൽ നിരീശ്വരവാദികൾ തന്നെ, യുക്തിവാദികൾ തന്നെ, ഇപ്പോൾ ഉദാഹരണം ഈ ആരിഫിനേക്കാൾ വിദഗ്ധന്മാരായ നിരീശ്വരവാദികൾ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം സനൽ ഇടമറുക്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ ജോസഫ് ഇടമറുക്, അതുപോലെ തന്നെ സൽമാൻ റുഷിദി, അതുപോലെ തന്നെ രവിചന്ദ്രൻ, അങ്ങനെ കുറേ കാണാം, നമുക്ക് ജബ്ബാർ വരെ. സ്വാഭാവികമായിട്ടും ഈ വ്യക്തി പറയുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ പറയാനുള്ള ധൈര്യം? അതാണ് അത് ഈ സമുദായം ഒന്നും അറിയുന്നില്ല എന്നതുകൊണ്ടല്ല, മറിച്ച് ഈ സമൂഹം അഥവാ മുസ്ലിങ്ങൾ അല്ലാത്ത മറ്റു ജനങ്ങളൊക്കെ മുസ്ലിങ്ങളോട് ശത്രുതയുണ്ടാവുക, അങ്ങനെ എന്തൊക്കെയോ നിലനിൽപ്പുണ്ടാവുക. അയാളുടെ എന്ന് പറഞ്ഞാൽ അയാൾ ഒരു സാഡിസ്റ്റാണ്. ആ സാഡിസ്റ്റിന് എന്താ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ സ്വന്തം കുടുംബത്തിൽ നിന്ന് ഭാര്യയും കുട്ടികളും ഒക്കെ പോയിട്ടുണ്ട്. ഇയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് പോയതാണ് അവർ, അല്ലാതെ വെറുതെ സാധാരണ രീതിയിൽ പോകുമോ? മാത്രമല്ല ഡോക്ടർ എന്നാണ് പേര് പറയുന്നത്, ഡോക്ടർ ആരിഫ് ഹുസൈൻ. എന്നാൽ അയാളാവട്ടെ ഈ ഹോമിയോയെ തള്ളി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഹോമിയോ ചികിത്സ തന്നെ അയാൾ ചെയ്യുന്നില്ല. പക്ഷേ ആ ഹോമിയോ ബിരുദത്തിൻ്റെ ഡോക്ടർ പദം അയാൾ ഇപ്പോഴും കളഞ്ഞിട്ടില്ല. അപ്പോൾ എവിടേക്കാണ് ഇയാൾ ആളുകളെ പറ്റിച്ചുകൊണ്ടിരിക്കുക? അപ്പോൾ സ്വന്തമായിട്ട് സമൂഹത്തിനോട് വളരെ നെറികേട് ചെയ്ത ഒരു കാരണം കൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഒരു ഹോമിയോ ഡോക്ടർക്ക് ആ ഹോമിയോ ഒരു ഡിസ്പെൻസറി വെച്ച് തുടങ്ങാൻ കഴിയാതെ വന്നത്. തുടങ്ങിയിടത്തോളം അയാൾ പരാജയമായിരുന്നു ആ വ്യക്തി എന്ന നിലക്ക്. ഒരു ഭാര്യയുടെ കുടുംബത്തിൽ അയാൾ പരാജയമായിരുന്നു, ഒരു പിതാവ് എന്ന നിലക്ക് പരാജയമായിരുന്നു, ഒരു മകൻ എന്ന നിലക്ക് പരാജയമായിരുന്നു. ഇയാളെ ബാപ്പാനെ കുറിച്ചൊക്കെ പലപ്പോഴും പറയുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എല്ലാ നിലയ്ക്കും ഒരു സുഹൃത്ത് എന്ന നിലയ്ക്ക് ഇയാൾ പരാജയമാണ്. അപ്പോൾ ഈ സമയത്താണ് ഇയാളെ സംബന്ധിച്ച് അയാൾക്ക് മനസ്സിലായത് മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കിയിട്ട് യൂട്യൂബ് വരുമാനം ഉണ്ടാക്കുക. അതാണ്, വേറെ സ്വാഭാവികമായിട്ടൊരു ക്ലാസ് നടത്താൻ പോയിട്ടൊന്നുമല്ല. കാരണം ഒരു ലോജിക്ക് വേണ്ട ഒരു ക്ലാസ് യുക്തിവാദത്തെക്കുറിച്ച് നമ്മൾ പല ആളുകളെ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കലാനാഥനെ പോലെയുള്ള യുക്തിവാദികളുണ്ട്, അവർക്കൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അവരൊക്കെ യുക്തിവാദത്തെക്കുറിച്ച് ക്ലാസ് നടത്തുകയും അവരുടെ യുക്തിവാദത്തെ അവർ സ്വാഭാവികമായിട്ട് പ്രചരിപ്പിക്കുകയും മറ്റു ഈശ്വര വിശ്വാസങ്ങളുമായി തുലനം ചെയ്ത് ബന്ധപ്പെടുത്തി അവർ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനൊക്കെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഇപ്പം നമ്മളൊക്കെ സാധാരണ അവനവൻ വായിൽ കൊള്ളാത്ത വളരെ മോശമായ രീതിയിൽ സംസാരിക്കുക, അവൻ്റെ സംസ്കാരത്തെയാണത് കാണിക്കുന്നത്. മാത്രമല്ല അപ്പോൾ അവൻ പറഞ്ഞു വെക്കുന്നത് സ്വാഭാവികമായിട്ടും രാഹുൽ ഈശ്വറിനോട് അവൻ മുട്ടുമടക്കുന്നു. എന്താ അവൻ ആദ്യം പറഞ്ഞത്? സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടിരിക്കുന്ന അവൻ പറയുന്ന ഒരു വാക്കുണ്ട്. കാരണം നിങ്ങൾ ബൽക്കീസ് ബാനുവിനെ സ്വാഭാവികമായിട്ടും എന്താണ് ചെയ്തത്? റേപ്പ് ചെയ്തു. ആ റേപ്പ് നിങ്ങളുടെ ഹിന്ദുമതം പറഞ്ഞിട്ടാണോ? അപ്പോൾ അദ്ദേഹം രാഹുൽ ഈശ്വർ പറയുന്നുണ്ട് ഒരിക്കലും ഹിന്ദുമതം പറഞ്ഞിട്ടില്ല, ഹിന്ദുമതം അങ്ങനെ പറയുകയുമില്ല. എന്നാൽ ഞങ്ങളുടെ ഇസ്ലാം മതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അഥവാ ഖുർആനിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. അപ്പോൾ രാഹുൽ ഈശ്വർ ചോദിക്കുന്നുണ്ട്, അല്ല ഖുർആനിൽ എവിടെയാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നോക്കണം, എന്നാൽ നിങ്ങൾ ഹദീസ് വിശ്വസിക്കുമോ? ഞാൻ ഹദീസ് വിശ്വസിക്കും. നിങ്ങൾ പറയൂ, ഹദീസിൽ പറയുന്നുണ്ട്. ഏത് ഹദീസ്, എന്ത് ഹദീസ്? ഇതിനൊന്നും മറുപടി പറയുന്നില്ല. പിന്നെ എന്തൊക്കെയാ ബനു മുസ്തലിഖ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ഞാനിതാ പറയുന്നു ഈ എല്ലാ സമൂഹത്തോടുമായിട്ട് ഞാൻ പറയുകയാണ്. സമൂഹത്തിൽ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും പകയുടെയും സംശയത്തിൻ്റെയും ഒക്കെ പുകമറ സൃഷ്ടിച്ച് തനിക്ക് എന്തെങ്കിലും ഒരു ജീവിച്ചുകൂടെ? അതല്ലെങ്കിൽ ഞാൻ പറയുന്നത് നിനക്ക് യാചിച്ച് ജീവിച്ചുകൂടെ? ഇതിനേക്കാൾ എത്രയോ സ്റ്റാൻഡേർഡ് ഉണ്ടത്, മനസാക്ഷി അനുവദിക്കുന്നതാണത്. നിനക്ക് അത് ചെയ്തുകൂടെ? എന്തെങ്കിലും എനിക്ക് തരൂ,
എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നടന്നുകൂടാ. ഒരു അന്തസ്സും ആഭിജാത്യവുമുള്ള ഒരു കാലം, ആ യാചനയുടെ കാലം മാറിയാൽ നിനക്കൊരു സ്റ്റാൻഡേർഡ് വരുമല്ലോ. നീ ഈ പറയുന്നത് തെളിയിച്ചാൽ ഇതാ തീർച്ചയായിട്ടും നിന്റെ യുക്തിവാദത്തിലേക്ക് ഞാനും എൻ്റെ കുടുംബത്തോടും സുഹൃത്തുക്കളോടുമൊപ്പം ഞാൻ യുക്തിവാദം സ്വീകരിക്കുന്നതാണ് എന്ന് സമൂഹത്തെ സാക്ഷിയാക്കിയിട്ട് ഞാൻ ഇതാ വെല്ലുവിളിക്കുന്നു. യാതൊരു സംശയവുമില്ല. ഇത് ഹദീസിലോ ഖുർആനിലോ ഇസ്ലാമിക വീക്ഷണത്തിലോ ഇത്തരത്തിൽ ഒരു നിർദ്ദേശം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അവരുമായി സംവാദത്തിന് തയ്യാറാണ്. ഏതെങ്കിലും ഒരു ഹദീസ് ലഹീഫായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ദുർബലമായിട്ടുള്ള ഒരു ഹദീസെങ്കിലും കാണിച്ചാൽ മതി, വേറെ കൂടുതൽ ആധികാരികമൊന്നും വേണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഏറ്റവും 7 മഹാപാപങ്ങൾക്ക് മേലെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത് തന്നെ. ആലോചിച്ച് നോക്കണം. വ്യഭിചാരത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പലയിടത്തും വലാ തഖ്റബുൽ സിന എന്ന് പറയുന്നത്, വലാ തഖ്റബു സിന 17-ാം അധ്യായത്തിലെ 32-ാം വചനത്തിൽ പറയുന്നത് വലാ തഖ്റബു സിന എന്നാണ്. വ്യഭിചാരത്തിലേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യരുത്. അതുകൊണ്ടാണ് ഈ നഗ്നതയെക്കുറിച്ചൊക്കെ കർശനമായിട്ട് ഇസ്ലാം സ്ത്രീയുടെ വസ്ത്രധാരണത്തെക്കുറിച്ചൊക്കെ ഇത്ര സംസ്കാരം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്? അതാണ് ആലോചിച്ചത്. വ്യക്തമായ രീതിയിൽ ഒരു തർക്കത്തിനും സംവാദത്തിനും ഇവൻ തയ്യാറാവട്ടെ, അല്ലെങ്കിൽ ഇവർ തയ്യാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി.